എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ്. നമ്മുടെ സദ്യക്കൊക്കെ ഉള്ള ഒരു പ്രധാന വിഭവമാണ്. ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ആണെങ്കിൽ വട കൂട്ടുകറിയാണ്. ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് കൂട്ടുകറി ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പം ഞാനിപ്പോൾ എറണാകുളം ഭാഗമാണല്ലോ. എറണാകുളം ഡിസ്ട്രിക്റ്റിലൊക്കെ മിക്ക സദ്യക്കും ചേന, കായ, കടല, ബ്രൗൺ കടലയായാലും മതി, വെള്ളക്കടലയായാലും മതി, അത് വെച്ചിട്ടുള്ള കൂട്ടുകറിയാണ് സാധാരണ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അതേപോലെ ഒരു കൂട്ടുകറിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇതിപ്പോൾ ഞാനൊരു കുറച്ച് ക്വാണ്ടിറ്റിയേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരു 3-4 പേർക്കൊക്കെ പറ്റും, കഴിക്കാനായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ കിച്ചണിലേക്ക് പോകാം, വരൂ. 1/4 കപ്പ് കടല ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെക്കും. ഇതൊരു കഷ്ണം ചേന ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് തൊലി ചെത്തി അരിഞ്ഞതും വെച്ചിട്ടുണ്ട്. ഇതൊരു ഏത്തക്കായാണ്, ഇതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് ഈ കുതിർത്തി വെച്ചിരിക്കുന്ന കടലയിട്ട് നെകക്കെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. കടല വെന്ത് കഴിഞ്ഞ് ഒരു 3-4 വിസിലൊക്കെ അടിക്കേണ്ടി വരും. കടല വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചേനക്കഷ്ണങ്ങളും ഒപ്പം തന്നെയാണ് ഞാൻ ഈ ഏത്തക്കായിൻ്റെ അല്ലെങ്കിൽ നേന്ത്രക്കായിൻ്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുന്നത്. ഇനിയും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ മുളക് പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ തന്നെ ചേർക്കുന്നുള്ളൂ. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കുക്കർ അടച്ചു വെച്ച് വേവിക്കണം. ഇനി ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഒരു ചീനച്ചട്ടിയിൽ, ഞാനിവിടെ സ്റ്റീലിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്, അതിലിട്ട് ഒരു നല്ല പോലെ ഇളക്കി, കൈവിടാതെ ഇളക്കി ബ്രൗൺ നിറമാക്കി എടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി അത് തണുത്ത് കഴിയുമ്പോൾ തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. കുക്കറിൽ വേവിച്ച കഷ്ണങ്ങളെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. ഇത് ആ പാകത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്നിളക്കി കൊടുക്കണം. തേങ്ങ വറുത്തെടുത്ത ആ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചീനച്ചട്ടി വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല. അതിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴാണ് ഇട്ടത്. കടുക് ദേ ഇവിടെ പൊട്ടി വരുന്നുണ്ട്. ഒന്നിളക്കി കൊടുക്കണം. കടുക് നല്ലപോലെ പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് കറിവേപ്പിലയും നമ്മളുടെ ചുമന്ന മുളകില്ലേ അതും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ചുമന്ന മുളക് ഞാനിവിടെ 2 എണ്ണമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇളക്കി മൂപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടിയിട്ട് ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ഒന്നിളക്കി മൂപ്പിക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി മൂപ്പിക്കണം. ഇപ്പം നല്ലപോലെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളുണ്ടല്ലോ, കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നതുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കണം. കഷ്ണങ്ങളൊന്നും ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടുമില്ല. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, തേങ്ങ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ അരപ്പ്, അതിൽ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടല്ല അരച്ചിരിക്കുന്നത്, ആ പൊടി പോലെ തരിതരിപ്പായിട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ശർക്കരയാണ്. പൊടിയായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. അതും കൂടി ഇതിലേക്കിട്ട് ചീനച്ചട്ടി അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അരപ്പും തേങ്ങ വറുത്തതും എല്ലാം കൂടെ പിടിച്ച്
നല്ല കഷ്ണങ്ങളും ഒക്കെ നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ല, നല്ല ഡ്രൈ ആയിട്ടാണ്. കൂട്ടുകറി എപ്പോഴും അങ്ങനെയാണ് വെക്കേണ്ടത്, വെള്ളത്തോടു കൂടിയല്ല വെക്കേണ്ടത്. അപ്പോൾ ദേ കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കൂട്ടുകറി ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേ മെത്തേഡ് തന്നെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.